തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വാഴക്കന്നുകൾ വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. 1,50,000 രൂപ വിനിയോഗിച്ച് 8,400 വാഴക്കന്നാണ് വിതരണം ചെയ്തത്. ഒരു ഗുണഭോക്താവിന് 6 ഞാലിപ്പൂവൻ, 4 നേന്ത്രൻ, 4 റോബസ്റ്റ അടക്കമുള്ള 14 കന്നുകൾ വീതം 585 ഗുണഭോക്താക്കൾക്കാണ് വാഴക്കന്ന് നൽകുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, വാർഡ് മെമ്പർമാരായ സുമന ജോഷി, വിനയ പ്രസാദ്, KK സൈനുദ്ദീൻ, ബിന്നി അറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൃഷി ഓഫീസർ അഞ്ജന TR പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ശ്രീന KR, സ്റ്റാഫ് സയന എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. കൃഷി അസിസ്റ്റന്റ് ജിഷ K ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഈ കാലാവസ്ഥയെ മാത്രം അനുകൂലിച്ച് വിതരണം ചെയ്യുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് കൃഷി വകുപ്പ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇന്ന് കന്ന് കൊണ്ടുവച്ചു അല്ലെങ്കിൽ ഇടവിളക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നാലും അത് നടേണ്ട ഒരു സമയം ഉണ്ടാവും. ആ നടേണ്ട സമയത്തേക്കാണ് ചിലപ്പോൾ നിങ്ങളത് കൃഷി ഓഫീസർ പറഞ്ഞുതരും, ചാണകത്തിൽ മുക്കി അല്ലെങ്കിൽ അതിന് കീടങ്ങൾ വരാതിരിക്കാനുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണക്കി സൂക്ഷിക്കാനാണ് പറയാം. എന്നിട്ട് ഇന്ന മാസം നിങ്ങളത് എന്ത് ചെയ്യുക, വിത്ത് പാവാൻ പറയും. അങ്ങനെയാണ് കൃഷി. അതുകൊണ്ട് തന്നെ അതൊക്കെ എല്ലാ പദ്ധതികളും ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കഴിച്ചു വെക്കാതെ നമ്മൾ വെച്ച പദ്ധതികൾ നിങ്ങൾക്ക് അടുത്ത ഭരണസമിതിയിൽ ആരാണോ പഞ്ചായത്ത് പ്രസിഡന്റ്, ആരാണോ 14ാം വാർഡ് മെമ്പർ, ആരാണോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒന്നും നമുക്കറിയില്ല. പുതിയ ആളുകളായിരിക്കാം. പക്ഷെ നമ്മൾ ഈ പദ്ധതികളൊക്കെ വെച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അവരായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ, ഈ എല്ലാ പദ്ധതികൾക്കും ഫണ്ട് വെച്ച് പോകുന്നത് നമ്മൾ ഈ ഇരിക്കുന്ന ഭരണസമിതിയാണെന്ന്. വളം വിതരണം ചെയ്യുന്നതിന് മാത്രം നമ്മൾ 25 ലക്ഷത്തിന് അല്ലേ 25 ലക്ഷത്തോളം രൂപ വളത്തിന് മാത്രമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ നമുക്കറിയാം, മറ്റുള്ള ഇപ്പോൾ ചേർപ്പ് ഭാഗം അല്ലെങ്കിൽ ആ കിഴക്കൻ വശത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നന്നായി പാടങ്ങളിൽ ഞാറൊക്കെ നട്ടിങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു പാടം നൽകിക്കൊടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? കാരണം എന്താ, നമുക്ക് നമ്മുടെ പ്രദേശം അത്തരത്തിൽ വലിയൊരു കാർഷിക സംസ്കാരം, ഇത്തരത്തിലുള്ള ചെറിയ സംവിധാനത്തോടു കൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പഴവും മറ്റു വൃക്ഷങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പ്രദേശങ്ങളിലുള്ളത്. പഞ്ചായത്ത് ഇലക്ഷന് നോട്ടിഫിക്കേഷൻ വരാനുള്ള വളരെ അടുത്ത സമയമായി. ഇന്ന് അതിൻ്റെ ആദ്യഘട്ടം നമ്മുടെ പഞ്ചായത്തിലെ വാർഡുകളുടെ സംവരണം നിശ്ചയിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷൻ വരും. അതിനു മുമ്പ് ഈ വർഷത്തെ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികൾ പെട്ടെന്ന് നടത്തി ഞങ്ങളുടെ ചുമതല ഭംഗിയായി നിർവഹിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. അതിനുവേണ്ടി സഹകരിക്കുന്ന തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങളെയും, പ്രത്യേകിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന 1, 2, 3 വാർഡുകളിലെ കർഷകരെയും നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തുന്നതിന് സഹായിക്കുന്ന ഷംസുക്കാരെ പോലെ 16 വാർഡിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ആളുകളുണ്ട്. ഷംസുക്കാർക്കും അവർക്കും പ്രത്യേകം അഭിനന്ദനം. ഞാലിയുടെ ആണെങ്കിലും കൊല നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 1-2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, നിങ്ങൾ കന്ന് നന്നായിട്ട് പരിപാലിക്കുക. ഇപ്പോൾ എന്തായാലും ചെത്തി വൃത്തിയാക്കി കിട്ടിയിട്ടുള്ള കന്നുകളാണ് നിങ്ങൾക്കുള്ളത്. അത് നമ്മുടെ എന്താ പറയുക, കാർ പോർച്ചിലോ അവിടെയൊന്നും കൊണ്ടിട്ട് നശിപ്പിക്കാൻ പാടില്ല. കാരണം ഇത് മുളച്ചു തുടങ്ങി. ഇനി മുളയ്ക്കുന്നില്ല എന്ന് പ്രശ്നം ആരും പറയരുത്. കാരണം ഇപ്പം തന്നെ നോക്കിയാൽ അറിയാം മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് തന്നെ പോയിട്ട് എല്ലാവരും കുഴി കുത്തുക. ഒരു 2 അടി താഴ്ചയിൽ കുഴി കുത്തിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ജൈവവളം 10 കിലോ വരെ ആവാം. ഇപ്പം ചാണകപ്പൊടിയോ വേപ്പൻ പിണ്ണാക്ക് അങ്ങനെ എന്തെങ്കിലും, നമ്മൾ എന്തായാലും വേപ്പൻ പിണ്ണാക്ക് എന്തായാലും എല്ലാവരും ഇട്ട് കൊടുക്കുക. ജൈവവളം ബാക്കി എന്തിടുന്നതിൻ്റെ കൂടെ 1 കിലോയെങ്കിലും ഒരു തടത്തിൽ വേപ്പൻ പിണ്ണാക്ക് മസ്റ്റായിട്ട് എല്ലാവരും ഇടുക. കാരണം നീമാവരകൾ പോലെയുള്ള രോഗങ്ങൾ പരത്തുന്ന അത് മണ്ണിലുണ്ട്. അത് നശിപ്പിച്ച് നമ്മൾ പെട്ടെന്ന് ചീച്ചലും അതുപോലെ തന്നെ വേരൊക്കെ തിന്ന് നശിപ്പിക്കും. അതില്ലാതിരിക്കാനായിട്ട് എല്ലാവരും വേപ്പൻ പിണ്ണാക്ക് ഉപയോഗിക്കുക.